ഹായ് ഗായ്സ്, നമ്മൾ പിന്നെയും വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് മൈക്ക് സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ പുര കാണിച്ചു തരണ, പുര കാണിച്ചു കൊടുത്താ. ഇതാണ് നമ്മളെ വീട്. പിന്നെ നമ്മളെ ക്യാമറമാനെ കാണിച്ചു തരാം. ക്യാമറ ഇങ്ങോട്ട് വന്നാ. ഇതാണ് നമ്മളെ ക്യാമറമാൻ. ഹായ് എടുക്ക്. ഹായ് പിടിക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ചൂണ്ട പിടിച്ചല്ല, നമ്മൾ മീനിനെ പിടിക്കാൻ പോകുന്നതാണ്. നമ്മളെ നേരത്തെ വ്ളോഗ് 200 ആൾക്കാരുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലെയാണ്, നമുക്കൊരു തേങ്ങ അറിയില്ല. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം. അപ്പോൾ നമ്മൾ വ്ളോഗ് കാണുന്ന ആൾക്കാരെല്ലാം, വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാമ്പെല്ലാം കടിച്ച് കാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ഇവിടെ പാമ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ. അടിപൊളി വൈബാണ്. രാത്രി അല്ല രാവിലെ എല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ABCD പോലും അറിയില്ല. ഇത് നമ്മൾ കുറച്ച് നാളെ എടുത്തിട്ട് ചൂണ്ട അടിച്ചിട്ട്, പക്ഷെ നമുക്കൊരു തേങ്ങ അറിയില്ല. കുഴപ്പമില്ല. എനിക്കൊന്നും അറിയോ? അപ്പോൾ നമ്മൾ ചൂണ്ട എറിയുന്ന കാണിച്ചു തരാം. ആടെ വല്ല പാമ്പുണ്ട് നോക്കിയാ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ABCD പോലും അറിയാൻ ഇപ്പോഴേ പറഞ്ഞു. എന്നാലും കാക്കയുണ്ട്, പിന്നെ ഇതെല്ലാം ചെറിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇവിടെ ഞെക്കണം ഫസ്റ്റ്. ഇങ്ങോട്ടോ ട്വിറ്ററിൽ കാണിച്ചു കൊടുക്കുക. ഇങ്ങോട്ടോ ഇവിടെ ഇങ്ങനെ ഞെക്കി പിടിക്കാം, ഇവിടെ പിടിക്കാം. ബാക്കോട്ടൊന്നോ. ഇതല്ല എന്ത് ഫസ്റ്റ് ട്രൈ ഗൈസ്, ഫസ്റ്റ് ട്രൈ. ഇങ്ങനെ മെല്ലനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ താളക്കുട്ടി വരുന്നുണ്ട. താളക്കുട്ടി സൂം ചെയ്ത് കൊടുക്ക്. താളക്കുട്ടി ഇങ്ങനെ വരുന്നുണ്ട. ഇതെല്ലാം എത്രയേ ഉള്ളൂ ഗൈസ്. ഈ കാര്യത്തിനാണ് നിങ്ങളിങ്ങനെ ബേജാറാന്ന്. അപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ പിടിക്കുക, ഒന്ന് ലൂസാക്കി കൊടുക്കുക, ഇങ്ങനെ ബാക്കോട്ട് പിടിക്കുക. ഇതിങ്ങനെ പോകുമ്പോൾ സന്തോഷം ഗൈസ്, സത്യം പറയാലോ. മുഞ്ചല്ലോ ലോക്കായില്ലോ. ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുത്താ. ഇവിടെ ഇപ്പോൾ കുരിക്കായി നമ്മൾ ശരിയാക്കിയാണ്. ഇത് ഇതിൻ്റെ പ്രശ്നം എന്നറിയാം. ഇത് ബൈക്കാസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞേ അച്ഛപ്പോൾ. ഈ സാധനം ഇങ്ങനെ കുടുങ്ങിപ്പോവും. അത് വലിയ മറ്റേ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് അറിയാം. സംഭവം ചൊറഞ്ഞു പോയല്ല മോനെ, ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇതിങ്ങനെ ചുറ്റി പിടിച്ചാൽ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല, മൂഞ്ചി പോവും. ബാക്കോട്ട് കുറച്ച് ബാക്കോട്ട് ഇരുന്ന് എടുക്കണം ആണല്ലോ. ചൊറഞ്ഞു പിടിച്ചാൽ മൂഞ്ചി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് ഒന്നുകൊണ്ട് ഇടാം. ഇനി നമുക്ക് അങ്ങോട്ട് ഇട്ട് നോക്കാം. എടാ ഇത് പാടം കാണിച്ചു കൊടുത്താൽ ഫസ്റ്റ്. അടിപൊളി പാടാണ് കേട്ടോ. അടിപൊളി പാടെന്ന് വെച്ചാൽ നമ്മളെ വൈബ് സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ ബാക്ക് കാണിച്ചു കൊടുത്താൽ, മേലത്തെ ഭാഗം കാണിച്ചു കൊടുത്താൽ. അവിടുന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ട് വൈകുന്നേരം അവിടെ നിന്ന് ചായ കുടിക്കുക, ഒരു ഇയർഫോൺ വെച്ചിട്ട് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമില്ല. ഇവിടെ വെള്ളം കുറച്ച് അറിയുമ്പോൾ കുറേ പറഞ്ഞ വീട് മുങ്ങിപ്പോവും. അതല്ല, കുറച്ച് അറിയുമ്പോൾ ഇങ്ങനെ പുഴ പോലെ കാണുമ്പോൾ നല്ല രസം. ഇങ്ങനെ നല്ല അടിപൊളി വൈബാണ്. ഇവിടെ അടിപൊളി വൈബാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ സ്ഥലമെല്ലാം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കുക, എപ്പോഴും മൊബൈലും നോക്കി ഇരിക്കല്ലേ. നിങ്ങളെ ലൈഫെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. എത്ര ദൂരമായേ അല്ല. ഫ്രാങ്ക്ലി എന്നും പറയും കഴിച്ച്. നമ്മളെ ജിമ്മനില്ലേ, ജിമ്മനെ അറിയില്ല നിങ്ങൾക്ക് ജിമ്മൻ ഇങ്ങോട്ട് കാണിക്കും. ജിമ്മനെ അറിയില്ലേ നമ്മളെ മറ്റേ സൂര്യ, മറ്റേ ഇങ്ങനെ കൈയെല്ലാം കാണിക്കുന്നപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. അവൻ പറ്റിച്ച്, അവൻ വന്നില്ല. പിന്നെ നമ്മളെ വാർത്ത കല്യാണം വിളിക്കാൻ പോയിനോലും തോടാ ഒന്നിട്ട് പാമ്പ് നോക്കി കാണിച്ചെടുത്താ. നമുക്ക് ആടെ ഇട്ടോക്കെ. ഇതിപ്പം കിട്ടിയ അടിപൊളിയായിരുന്നു കഴിച്ച്. ഇപ്പം കിട്ടുന്ന നിങ്ങൾ എന്തായാലും വൈറലാക്കണം വീഡിയോ. അയ്യ എങ്ങനെയാണ് ഇടുക? ഇല്ല ഗൈസ്, മൂഞ്ചി. ഒന്നുകൂടി ഇങ്ങോട്ട് ഇവിടെ. ഐസ് ഇതാണ് പറഞ്ഞ എക്സ്പീരിയൻസ് കൂടിയല്ലോ പ്രശ്നമാണ് ഇത് ഗൈസ്. ഹോയ് നോക്കി ഇങ്ങനത്തെ പണിയൊന്നും അറിയാം. ഞാൻ വെച്ചാൽ അവിടെ മീനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ണകൾ കളിച്ചത്. അല്ല നിങ്ങൾ കണ്ടില്ല എത്ര എത്തിയെന്ന്. ഇതെല്ലാം എന്ത്
ആ എന്താ സുഖം. അയ്യോ ചൊറഞ്ഞൂലോ. ഇല്ലല്ലോ. എടാ ഫ്രാങ്ക്ലിൻ പറയടാ. നീ നമ്മളിന്ന് സിനിമക്ക് പോകുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾ കാണിക്കും. നമ്മളെന്തായാലും സിനിമക്ക് പോകുന്നുണ്ട്. ഇന്ന് സിനിമയിലായിരുന്ന അതന്നെ സുമതിൻ്റെ വളവ്. നമ്മള് അതിന് പോകുന്നുണ്ട്. അപ്പം നമ്മൾ സിനിമക്ക് പോകുന്ന കൂടി കാണിക്കാം. എന്തായാലും ഇത്രയും കാണിച്ചല്ലോ. വൈകുന്നേരം ചായ അടിക്കാൻ പോകുന്ന കൂടി കാണിക്കാം. അപ്പം നമ്മളെ വ്ളോഗ് മറ്റേ ഷോർട്ട് നമ്മളിന്നലെ ഷോർട്ട് മറ്റേ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. മറ്റേ കുറേ വെള്ളം മുങ്ങിയ സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു അതിലെ പാട്ട് കുറച്ച് സീനാവുന്നു. കാരണം അത് മൂഞ്ചി ഗൈസ്. എടാ കിട്ടി തവളനെ കിട്ടി ഗൈസ്. തവളനെ കിട്ടി. ഞാൻ മേടിച്ചു പോയി. ഞാൻ വെച്ച് ഇനി എന്നെ വീട്ടിൽ കയറ്റില്ലാന്ന് വിചാരിച്ചു. ഭാഗ്യമുണ്ട്. തല നോക്കിക്കേ. ഇടലൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ എനിക്ക് ഒരു തേങ്ങ അറിയില്ലാന്ന്. അപ്പം എന്തായാലും മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മളെന്തായാലും സിനിമക്ക് പോകുന്ന കാണിച്ചാൽ മീൻ കിട്ടാൻ എന്തായാലും ചാൻസ് കുറവാണ്. 100% ഉറപ്പാണ്. ഇനി അറിയുമ്പോൾ കാണിച്ചു കൊടുക്കട്ടെ. ഈ തവള ഇങ്ങനെ ചാടി ചാടി വീഴുന്നല്ലേ ഉണ്ടാവും. കാണാൻ തന്നെ ഒരു നല്ലൊരു ഒരു കാണാൻ തന്നെ അടിപൊളി വൈബ് കേട്ടോ. അതിങ്ങനെ തവള ഇങ്ങനെ ചാടി 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 കിട് 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 എന്നിട്ട് ഇങ്ങനെ വരാൻ കാണുന്ന തന്നെ രസം. കണ്ടാ ഇങ്ങനെ നമ്മളെ വ്ളോഗ് പിന്നെ ഫുള്ള് പൊട്ടത്തരാണ് കേട്ടോ. നമ്മള് ഫുള്ള് ലൈവാണ് നമ്മളെ വ്ളോഗ്. ലൈവ് എന്ന് വെച്ചാൽ വേറെ എഡിറ്റിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പാട്ടില്ല, ഒന്നുമില്ല. ഇങ്ങനെ നമ്മളെ വർത്താനം മാത്രമേ ഉള്ളൂ നമ്മളെ ലൈവിൽ. ഇങ്ങനെ സിനിമ കാണുന്ന പോകുന്ന സ്ഥലത്ത് വരെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, എന്തായാലും മീൻ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വ്ളോഗ് നിർത്തുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഗൈസ്. നമ്മൾ ഇന്ന് സുമതി വളവ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മളെ ചാന്തി തിയേറ്റർ. ചാന്തി തിയേറ്റർ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളെ ആമ്പലൂർ സൈഡാണ്. നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞു ഇവിടെ ആൾക്കാരെല്ലാം വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിനിമ ഉണ്ടാക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും നമ്മൾ റിവ്യൂ ഒക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ സ്ക്രീൻ 2 അല്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ സിനിമ കണ്ടിട്ട് അല്ല തിയേറ്ററിൽ നിന്ന് വല്ല ക്ലിപ്പ് എടുക്കാൻ വേണ്ടി എടുക്കുക. അല്ല സിനിമേനല്ല നമ്മളെ ക്ലിപ്പ്. അപ്പോൾ ഓക്കെ. ഹൈ ഗൈസ്, നമ്മുടെ തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ആരുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം. തിയേറ്റർ കാണിച്ചുവിടാം. ഓക്കെ. അപ്പോൾ സിനിമ കണ്ടിട്ട് എങ്ങനെ റിവ്യൂ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ സിനിമ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വാ, സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അടിപൊളി. മീൻസ് ഒരു ഡിഫറെൻറ്റ് തീമായിട്ടുള്ളൊരു ഹൊററാണെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മൾ കാണുന്ന എല്ലാ ഹൊറർ പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൊറർ കോമഡി ലൈറ്റാണ്. പിന്നെ എൻ്റെ അഭിപ്രായം എന്നാ? കുഴപ്പമില്ല. എന്തോ പറഞ്ഞോ കുഴപ്പമില്ല. പിന്നെ ഗൈസ് എന്നെ സംബന്ധിച്ചാൽ ഒരു ഡിഫറെൻറ്റ് തീം ഓഫ് ഹൊററായിട്ടാണ് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് അറിയാം. എന്നാലും കുഴപ്പമില്ല. ഇതിൽ പിന്നെ കുറേ പാട്ടുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. കുറേ സിനിമയിൽ പിന്നെ കുറേ ഒരു പാട്ടുണ്ട്, കുറേ നല്ല ഒരു പാട്ട്. അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയില്ലേ? പറയാടാ തോന്നിയിട്ട് അതാണ് പിന്നെ സഹിക്കാൻ പറ്റാതെ. വേറെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. നോർമൽ സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാം അല്ലേ? കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അധികം വർത്താനം പറയുന്നില്ല. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ പറയാം. നമ്മളെ വ്ളോഗ് കറക്റ്റ് ലൈവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ വ്ളോഗ് കറക്റ്റ് ലൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയാം.
അപ്പോൾ ബൈ.